വെൽക്കം ബാക്ക് ടു ഹസ്സീസ് കിച്ചൺ വേൾഡ്. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ രുചികരമായിട്ടുള്ള ഒരു മീനച്ചാറാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ വൈറ്റ് ചൂരയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ബ്ലാക്ക് ചൂര വേണമെങ്കിലും എടുക്കാവുന്നതാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നന്നായി മിക്സ് ചെയ്ത ശേഷം നമുക്ക് 1 മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നിങ്ങൾക്ക് നാളെ അച്ചാറിട്ടാൽ മതിയെങ്കിൽ ഇന്ന് രാത്രി ഇതുപോലെ അരപ്പ് പുരട്ടി വെച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ട് നാളെ എടുത്താൽ മതി. ഞാൻ മീൻ ഫ്രിഡ്ജിൽ നിന്നും പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഈ അരപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന മീനെല്ലാം ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ ഫിഷ് മുഴുവനായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. വലിയ പാനാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്തെടുക്കാം. ചെറിയ പാനാണെന്നുണ്ടെങ്കിൽ 2 തവണയായിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇടയ്ക്ക് ഫിഷ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഫിഷിൻ്റെ ഒരു സൈഡ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പോൾ അടിക്ക് പിടിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വിനാഗിരി നമുക്കൊന്ന് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ അതിലേക്ക് 1 കപ്പ് വിനാഗിരിയും 1 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ വിനാഗിരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിടണം. അതേപോലെ തന്നെ നമ്മുടെ ഫിഷും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റണം. ഒരുപാട് അങ്ങ് ഫ്രൈ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരുപാട് ഫ്രൈ ആയി കഴിഞ്ഞാൽ ഫിഷ് ഹാർഡായിട്ട് വരും. നമ്മൾ അച്ചാറിട്ട് കഴിയുമ്പോൾ ഒരു മീഡിയം ഇതായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. ഇപ്പോൾ ഞാൻ ഫിഷ് എല്ലാം എണ്ണയിൽ നിന്ന് കോരി മാറ്റിയിട്ടുണ്ട്. ആ സെയിം എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ അച്ചാറിടാൻ പോകുന്നത്. അതിനായിട്ട് കുറച്ച് എണ്ണ അതിൽ നിന്ന് മാറ്റിയിട്ടുണ്ട്. ആ അരപ്പൊക്കെ അങ്ങ് എടുത്ത് മാറ്റി, ഇല്ലെങ്കിൽ അത് വീണ്ടും കരിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ആ അരപ്പെല്ലാം മാറ്റിയതിന് ശേഷം കുറച്ച് ആ സെയിം എണ്ണ തന്നെ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് നല്ലെണ്ണ കൂടി യൂസ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഞാൻ പവിത്രം നല്ലെണ്ണയാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു 50 ഗ്രാം ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പച്ച മണമൊന്ന് മാറി വരുന്നിടം വരെ നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഏകദേശം ഞാനൊരു 25 ഗ്രാമോളം വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി ഇടുമ്പോഴൊക്കെ അച്ചാറിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതിൻ്റെയും പച്ചമണം മാറുന്നത് വരെ നമുക്ക് എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആവശ്യത്തിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. ഞാൻ എരിവ് കൂടുതലുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് 2 എണ്ണം മാത്രം ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിന് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതും നമുക്ക് എണ്ണയിലിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഇടുന്നതും അച്ചാറിന് നല്ല ടേസ്റ്റാണ്. ഞാനിപ്പം കറിവേപ്പില ഉള്ളതുകൊണ്ട് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി. ഈ മുളക് പൊടി ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മുടെ അച്ചാറിന് നല്ലൊരു കളറ് കിട്ടുകയും ചെയ്യും. പിന്നീട് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, പിന്നെ കുറച്ച് കായപ്പൊടി കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടി കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഈ എണ്ണയിലിട്ടൊന്ന് നമുക്ക് വഴറ്റിയെടുക്കണം. ഈ സമയത്ത് നമ്മൾ തീ കുറച്ച് വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ വിനാഗിരിയും വെള്ളവും കൂടെ തിളപ്പിച്ച് വെച്ചേക്കുന്ന ആ മിക്സ് ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഒഴിച്ച ശേഷം നമുക്ക് ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കണം. ഈ ടൈമിൽ ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ഉപ്പ് ഇവിടെ ഇച്ചിരി കുറവായതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഈ അരപ്പൊക്കെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഫിഷ് ഇട്ട് കൊടുക്കാം.
ഫിഷ് ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒരു 5 മിനിറ്റ് കൂടി നമ്മൾ ഈ അരപ്പിനകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പോൾ ആ വെള്ളമൊക്കെ വറ്റിയിട്ട് അതൊന്ന് തിക്കായി വന്നിട്ടുണ്ട്. അങ്ങനെ തിക്കായി വന്ന ശേഷം ഒരു 2-3 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യണം. ഫിഷൊക്കെ ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോയെന്ന് ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവാണെങ്കിൽ മാത്രം വീണ്ടും ഇട്ട് കൊടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അച്ചാറിന് പൊതുവെ ഇച്ചിരി ഉപ്പ് കൂടുതലിടുന്നതാണ് നല്ലത്. കാരണം കേട് കൂടാതെ കുറേ നാളിരിക്കണമെങ്കിൽ ഇത്തിരി ഉപ്പ് ഉള്ളത് തന്നെയാണ് നല്ലത്. ഇത് കുറച്ച് ദിവസം ഇരിക്കുമ്പോഴേ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പിടിച്ച് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അച്ചാറായിട്ട് നമുക്ക് കിട്ടും. അങ്ങനെ വളരെ രുചികരമായിട്ടുള്ള നമ്മുടെ ഫിഷ് അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഒരു തോരനും ഈ ഫിഷ് പിക്കിളും ഉണ്ടെങ്കിൽ ചോറ് കഴിക്കാൻ അത് മതി. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ പുറത്തിരിക്കും. പിന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 മാസം വരെ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ജോലിക്കൊക്കെ പോകുന്നവരാണെങ്കിൽ ഇങ്ങനെ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിരുന്നാൽ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതിയാവും. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം. അതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുകയും വേണം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.